അപകടം തടയാൻ വിഴുങ്ങുമ്പോൾ ശ്വാസനാളം അടച്ചുപിടിക്കാൻ എപ്പിഗ്ലോട്ടിസ് എന്ന അവയവമുണ്ട്. ട്രെയിൻ പോകുമ്പോൾ റോഡ് അടക്കുന്ന ലെവൽ ക്രോസ് പോലെ. അതായത് ഭക്ഷണം ഇറക്കുമ്പോൾ ശ്വാസം കഴിക്കാൻ സാധിക്കില്ല. ചിലപ്പോഴൊക്കെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ശ്വാസനാളത്തിന് മുകളിലേക്കും കയറാറുണ്ട്. ഭക്ഷണം ശിരസിൽ കയറുക എന്ന് പറയുന്ന സംഭവം ഇതുതന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ വിഴുങ്ങൽ തടയാനുള്ള ഈ സംവിധാനം അത്ര ഫലപ്രദമൊന്നുമല്ല. അതുകൊണ്ട് കാറ്റുപോകേണ്ട കുഴലിൽ ഭക്ഷണം കയറി നമ്മുടെ കാറ്റുപോകാതിരിക്കാൻ ചുമച്ചും മറ്റും ഭക്ഷണം വെളിയിൽ കളയുന്ന വിദ്യയുമുണ്ട്. ചോക്കിംഗ് റിഫ്ലക്സ് എന്ന് പറയും. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയുള്ള അപകടങ്ങൾ അത്ര അപൂർവമൊന്നുമല്ല എന്നതിൽ നിന്നും ഈ സൂത്രപ്പണികളെല്ലാം സൂത്രപ്പണികൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. സസ്തനികൾ തന്നെയായ ഡോൾഫിനും മറ്റും ശ്വാസം കഴിക്കാനും ഭക്ഷണം കഴിക്കാനും വേറെ വേറെ കുഴലുകളുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും വിശേഷപ്പെട്ട സൃഷ്ടിയായ മനുഷ്യന് ഇതുപോലുള്ള വിചിത്രമായ സംവിധാനം? സമാന്തരമായി പോകേണ്ട റെയിൽവേ ലൈനും റോഡും പരസ്പരം ക്രോസ് ചെയ്യുന്ന രീതിയിൽ നിർമ്മിച്ച് പിന്നീട് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ലെവൽ ക്രോസുകൾ, സിഗ്നൽ ലൈറ്റുകൾ മുതലായ എക്സ്ട്രാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് ടൗൺ പ്ലാനിംഗിലെ നൂതനാശയമാണ് എന്ന് കരുതാമോ? അതോ ഇനി ഒന്നിൽ കൂടുതൽ ഡിസൈനർമാരുണ്ടോ? അപ്രന്റീസ് ആശാരിയുടെ പണിക്കുറ്റം മൂത്താശാരി സൂത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുപോലെ